കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ മമത സർക്കാരിനെ നിശിതമായി വിമർശിച്ച സുപ്രീം കോടതി. സംസ്ഥാനത്ത് ക്രമസമാധാന നില പാടെ തകർന്നതായി കോടതിയുടെ വിലയിരുത്തൽ. സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ ഉരുക്കമുഷ്ടി പ്രയോഗിക്കരുത്. എന്തുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ദേശീയ തലത്തിൽ ദൗത്യസേനയ്ക്ക് കോടതി രൂപം നൽകി. ഗൗതം അനന്തനാരായൺ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സുപ്രീം കോടതി സ്വമേധയാ ആണ് ഈ വിഷയം പരിഗണിച്ചത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ രാവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങുന്ന 3-അംഗ ബെഞ്ച് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ, ബംഗാളിലെ മമതാ സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും അതോടൊപ്പം സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നു എന്നൊരു വിലയിരുത്തൽ ചീഫ് ജസ്റ്റിസ് തന്നെ നടത്തുകയുണ്ടായി. ഒപ്പം ബംഗാൾ സർക്കാരിനോട് പ്രസക്തമായ ചില ചോദ്യങ്ങൾ അവിടുത്തെ പോലീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിലെ പൊരുത്തക്കേടുകളാണ് കോടതി ചോദിക്കുന്നത്. രാത്രി 8 മണിയോടുകൂടി ഈ പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. എന്നാൽ രാത്രി 11:30 ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും കൊൽക്കത്തയിലെ പോലീസ് സംവിധാനം തയ്യാറായത്. മാത്രമല്ല, ഈ കോളേജിന്റെ പ്രിൻസിപ്പാൾ, സഹ പ്രിൻസിപ്പാൾ തുടങ്ങിയവർ ഈ സംഭവം നടക്കുമ്പോൾ അതിനെ ഒരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കുവാനും FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകാതിരിക്കുകയും ചെയ്തു. ഇതെല്ലാം വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കുവാൻ സംസ്ഥാന സർക്കാരിനും അതല്ലെങ്കിൽ ഈ ആശുപത്രി അധികൃതർക്കുമൊക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള സന്ദേശം നൽകുന്ന സംഭവമായിട്ടാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കുന്നതിൽ വലിയ തോതിൽ കാലതാമസമുണ്ടാക്കി. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പെൺകുട്ടിയുടെ മൃതദേഹം നേരിട്ട് കാണുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചത് എന്നും ഇതെല്ലാം വലിയ ദുരൂഹതകൾക്ക് വഴിവെക്കുന്നതാണ് എന്ന വിലയിരുത്തലാണ് സുപ്രീം കോടതി നടത്തിയത്. മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഒരു അതോറിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകി. രാജ്യത്തെമ്പാടും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്ക് ഇത്തരം ഒരു അതോറിറ്റി അനിവാര്യമാണെന്നും ഇനിയും രാജ്യത്ത് മറ്റൊരു സ്ത്രീ പീഡനത്തിന് ഇരയാകുന്നത് വരെ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനാവില്ല എന്ന നിർദ്ദേശം എന്ന വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു അതോറിറ്റിക്ക് രൂപം കൊടുത്തത്. എന്തായാലും സംസ്ഥാനത്ത് ക്രമസമാധാന നില പാടെ തകർന്നുവെന്നും പോലീസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമായി നോക്കി നിൽക്കുക മാത്രമാണ് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചെയ്തത് എന്ന വിമർശനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. മറ്റന്നാൾ 22-ാം തീയതി വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്ന് CBIക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനു. ശരി ഗൗതം.